സമാധാന സമിതിക്ക് കീഴിലുള്ള ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ഘടന സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേലുമായി സംസാരിച്ചിട്ടില്ല. ഇത് ഇസ്രായേലിന്റെ നയത്തിന് വിരുദ്ധമാണ്. ഈ വിഷയത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെടാൻ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലെ കുറിപ്പിൽ വ്യക്തമാക്കി. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണർ, തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ എന്നിവരടങ്ങുന്ന സമാധാന സമിതിയാണ് ഇസ്രായേൽ എതിർത്തത്. ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള 20-ദിന സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയിലെ അംഗങ്ങളുടെ പട്ടികയും വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച പുറത്തുവിട്ടിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ടോണി ബ്ലെയർ, സ്റ്റീവ് വിറ്റ്കോഫ്, ലോക ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബംഗ, ജാരഡ് കുഷ്ണർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു. അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് CEO മാർക്ക് റോവർ, US ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റോബർട്ട് ഗബ്രിയേൽ എന്നിവരും പട്ടികയിലുണ്ട്. ഭരണപരമായ ശേഷി വർദ്ധിപ്പിക്കുക, പ്രാദേശിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, പുനർനിർമ്മാണം, നിക്ഷേപം ആകർഷിക്കൽ എന്നിവയുൾപ്പെടെ ഗാസയിലെ നിർണായകമായ വിവിധ കാര്യങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾ മേൽനോട്ടം വഹിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ US മധ്യസ്ഥതയിലുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ നീക്കം.